ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അംഗനവാടിയുടെ ഫ്രണ്ടിൽ നിന്നാണ് വണ്ടി കയറിയത്. ഞങ്ങളായിരുന്നു ലാസ്റ്റ് കയറാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ ടീച്ചർ വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോൻ്റെ വണ്ടിമേൽ. എന്നിട്ട് ഇന്നെ വണ്ടിമേൽ പറഞ്ഞേച്ച് പിന്നെ അവർ നടന്നിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തി. പിന്നെ നമ്മളെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ. ഞാൻ പിന്നെ ആരായിട്ടും അങ്ങനെ പരിചയമില്ലല്ലോ, അതിൻ്റെ പേരിൽ ഇങ്ങനെ കളിക്കാണ്ട് ഇങ്ങനെ നിന്നിരുന്നതാണ്. ലാസ്റ്റ് വെച്ചിട്ട് പിന്നെ എല്ലാവരും കമ്പനി ആയി നോക്കുമ്പോൾ പിന്നെ കളിയൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണത് എവിടേക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ പോണത് തുമ്പൂർ മൊഴിക്കാണ് കേട്ടോ. അപ്പോൾ തുമ്പൂർ മൊഴി എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല സംഭവം. ഞാനും ഒക്കെ കൂടെ പോയിട്ടുണ്ട്. അമ്മായിയുടെ മോനും മരുമകളൊക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ അതിരപ്പള്ളി പോയപ്പോൾ. അങ്ങനെ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അതേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടികളുടെ അടുത്താണ് ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ വേറെ ഭാഗത്ത്, ഞങ്ങൾക്കൊക്കെ സീറ്റ് വേറെ വേറെ ഭാഗത്താണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾ ലാസ്റ്റല്ല എത്തിയത്. ഈയും ഉത്താനൊക്കെ വേറെ ഭാഗത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ ലാസ്റ്റ് വെച്ച് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് തന്നെയായി. കാരണം സീറ്റിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടികളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ.
അപ്പം ഞങ്ങളിതിപ്പോൾ തുമ്പൂർ മൊഴിയിലാണ് കേട്ടോ ഉള്ളത്. ചായ ഒന്നും കുടിച്ചില്ല. ഞാൻ ചായ കുടിച്ച്, ഉമ്മയും പുട്ട് കഴിച്ച്, പിന്നെ ഈ കഴിച്ചിട്ടില്ല. അപ്പോൾ പുട്ടായ കാരണം ആൾക്ക് നെഞ്ഞ് നീറുമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അത് കാരണം എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഇത് എന്തെങ്കിലും കഴിക്കാൻ കയറിയിരിക്കുന്നുണ്ട്. ചെറിയൊരു തട്ടുകട. ബാക്കിയുള്ളവരൊക്കെ അവിടെ കഴിക്കുന്നുണ്ട്. എന്താ ഉള്ളത് നോക്ക്, ചോദിച്ചു നോക്ക്. എന്താ ചേച്ചി കഴിക്കാനുള്ളത്? കൊഴുക്കട്ടെ എന്തെങ്കിലും കഴിച്ചോ? ചായ പറയാം. ചായ ഉണ്ടാവില്ല. ചായ എത്ര ചായ ഉണ്ടാവില്ല. 4-5 ഒരുപാട് കട്ടി പറഞ്ഞപ്പോ ഈ മുട്ടായി മേടിക്കല്ലേ തന്നെ. സൂ ആണ്. ഇവിടെ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ തന്നെ ഞങ്ങൾ വന്നിട്ട് ഇവര് കുട്ടികൾ ഇവിടെ കളിച്ചിരുന്നു. പട്ടിമേൽ ചെല്ലി ചെല്ലി. അതെ, നമ്മള് തുമ്പൂർ മഴ കേട്ടാ പാർക്കിലാണ്. നമ്മളെ നിച്ചുവിന് നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ അടുത്തേല് കേറാൻ വേണ്ടി പോവാ. ആ കേറി കേറി നിച്ചോ കേറി. അവരവരെ കേറിക്കോ പതുക്കട്ടാ. അവരിന്റെ കുട്ടീനെ കൊണ്ടയില്ലേ? വാ വാ മച്ചി കയറ്റി തരാം. നിക്കട്ടെ. ആ അപ്പൊ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പല ആൾക്കാരും പല ഭാഗത്താ. അപ്പൊ ഇവിടെ വെള്ളച്ചാട്ടയും കാര്യങ്ങളൊക്കെ. അപ്പുറത്തേക്ക് പാലല്ലേ? വെള്ളത്തിൽ കളിക്കുന്നില്ല. വേറൊരു പാലുണ്ട്. ആ പാലത്തിന്റെ അപ്പുറത്ത് മറ്റേ കാല് മസാജ് ചെയ്യുന്ന ഫിഷിങ് പാലില്ലേ, അതുണ്ട്. ഇവിടുന്ന് ഇറങ്ങിക്കോ. ഇതെന്തത്? എന്തുണ്ട് എന്തുണ്ട്.
ആ എടുക്കാം വെയിലത്ത് നിന്നിട്ട് ഫോട്ടോ നമ്മള് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ നടക്കണം. അടി അടി പോകും മേടിച്ചിട്ട് നിക്കണം. ഞാൻ പിടിക്കാം. ഉമ്മ പോയിട്ടാ, ഉമ്മ പേടിച്ചിട്ട് പോയി. ദാടി കളിക്കുന്നുണ്ടാവും പേടിച്ചിട്ട് ഉമ്മ പോയി. ഇവിടേക്ക് എത്തിയപ്പോ ആട്ടില്ലല്ലേ, അതാ തുടക്കത്തിലുള്ളോ, ഇപ്പൊ കുറഞ്ഞു. നല്ല അടിപൊളി ഭാഗം വരാത്തവരുണ്ടായില്ലൊക്കെ ഒന്ന് വന്ന് നോക്കാം. അതേ തുമ്പൂർ മൊഴിന്ന് ഞങ്ങള് നീ അതിരപ്പള്ളി കാണാവോ കാക്കാത്തിരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാവട്ടെ പോണം. വാ 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 അതെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഇനി വണ്ടി കയറട്ടെ കേട്ടോ. ആര് പൊന്നെ ഉച്ചമോന് ഇത് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റുണ്ട്. ആളുറങ്ങുന്ന ടൈമിലായിരുന്നു പാട്ടും ഡാൻസൊക്കെ. ഇനി എന്താണ് അവസ്ഥ? കഴിക്കാൻ പോകും. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. 12:30 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും. ഇഷ്ടായ ഇഷ്ടായ നമുക്ക് ഇറങ്ങനെ നോക്കിട്ട് ഉണ്ണീനെ പിടിച്ച ഉത്താനെ വേണ്ടട്ടാ. വേണ്ട
ഫോട്ടോ എടുക്കടി എൻ്റെ ഉള്ളിലേക്ക് വീണാൽ നല്ല രസം. കുഞ്ഞാറ്റ ഇനി എടുക്കണ്ട, അത് അതിലൊക്കെ കളിക്കണ്ടേ? അതിൽ കളിക്കില്ല കുഞ്ഞാറ്റ. അയ്യോ ഉത്താനോ ഓടണ്. റെഡി ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇപ്പം ഞങ്ങൾ പോണത് ബോട്ടിങ്ങിൽ കണ്ട. അപ്പോൾ 4 ആൾക്കാർക്കുള്ള ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ ടിക്കറ്റിൽ 100 രൂപയാണ് ഒരു ടിക്കറ്റ്. അപ്പോൾ 4 ആൾക്കുള്ളത് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 ആൾക്കാരാണ് കയറിയത്. അത് ഉണ്ണികൾക്ക് ഇങ്ങനെ ചവിട്ടാൻ പറ്റൂലല്ലോ, അപ്പോൾ അത് കാരണം ഇന്നെ കയറ്റി അവർ. അപ്പോൾ ആരെയും അങ്ങനെ കയറ്റണില്ല കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോഴും കയറണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞത്. പിന്നെ ഉത്താൻ്റെ ഫ്രണ്ടിൽ ഇരുത്താൻ പറ്റൂലല്ലോ, അവനക്ക് ചവിട്ടാൻ അറിയാത്ത കാരണം. പിന്നെ ഉമ്മയുടെ കയ്യിലാന്നുണ്ടെങ്കിൽ ഉണ്ണിയുണ്ട്. അപ്പം അത് കാരണം എന്നെ കയറ്റിയത്. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് കയറാൻ പറ്റി. വീഡിയോ അല്ലേ ഞാൻ ഈ എടുക്കണേ. വേണ്ട ഉത്താ പിടിക്കണ്ട, മതിയടി മതിയടി. ചപ്പി 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 ഇഷ്ടായി. അപകടം. അപ്പൊ ഞാനല്ലേ ചവിട്ടണേ. അപ്പൊ കാണുന്നുണ്ട് ലൂസായല്ലേ ഞാൻ സ്പീഡ് കൂട്ടിയ. അതിലപ്പുറം ഇതെന്താ ലൂസായ ചവി. ചാവിരി ചന്തോച്ചെന്ന് ഈ ചാവിരി ചന്തോച്ച. ആരാ എന്താ ഉണ്ണീനെ മടി ഇരുത്തിക്കോ. ഉത്താനെ ഇരിക്കേ. അവിടെ ഒന്നും ഇരിക്കാൻ പറ്റൂല കേട്ടോ ഉത്താനെ. പിടിക്കോ ഇരിക്കടി. ചുന മുഖം നോക്ക്. ആള് പേടിച്ചിരിക്കും. സുഖമില്ലാത്ത ചിരി. എന്തേ? ഓ വേണ്ട മതി എന്നാണ്. അപ്പോൾ അത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ ടീച്ചർ കുറേ ആയി അന്വേഷിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാൻസ് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അത് നോക്കിയിട്ട് ഇങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ചായ കുടിച്ച് പഴംപൊരിയും ചായയാണ് കുടിച്ചത്. പിന്നെ ഉണ്ണികൾക്ക് ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ടീമിലുള്ള കുട്ടികളാണ് കേട്ടോ. ഇവരൊക്കെയാണ് നന്നായി ഡാൻസ് കളിച്ചിരുന്ന ആൾക്കാർ. ആ ആ
അപ്പം ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് കാറിൽ കണ്ട കാറിൻ്റെ റൈഡ് ഉണ്ട് അവിടെ. അപ്പോൾ നിച്ചുമോനും ഞാനും കൂടെയാണ് ഇരുന്നത്. പിന്നെ കുഞ്ഞാറ്റ് ഉത്താനും കൂടെ ഇരുന്ന്. നമുക്കിത് അറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇതാക്കി തന്നപ്പോൾ മനസ്സിലായി. കുറച്ച് നേരം വരെ ബുദ്ധിമുട്ടിയാവുമ്പോൾ പിന്നെ അവർ വന്നിട്ട് തന്നെ റെഡിയാക്കിയെന്ന്. പിന്നെ രണ്ടാമത് നിച്ചുമോൻക്കും കുഞ്ഞാറ്റൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്താനും കുഞ്ഞാറ്റേ ഇരുന്ന്. ഞങ്ങൾ ഇരുന്നില്ല കേട്ടോ. നിച്ചുമോൻക്ക് അവരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഡാന്നിച്ച് വിളിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ അതേ ഞങ്ങൾ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉത്താനും കുഞ്ഞാറ്റയും പെട്ടിട്ടുണ്ട്. കാരണം നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ പിന്നെയാണ് അവർ പറഞ്ഞത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കണം, ഫുള്ളായിട്ട് തിരിക്കണം എന്ന്, എന്നാലാണത് പോവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളതുപോലെ തിരിച്ച് പിന്നെ ഞാനിതേ നിർത്തിയിട്ട് ഉണ്ണിയാളെ നോക്കിയിട്ട് നിർത്തിയിട്ടപ്പോൾ ആ ചെക്കൻ വന്നിട്ട് പറഞ്ഞ് നിർത്തണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞേച്ച്. അപ്പോൾ അവരതും റെഡിയാക്കി കൊടുത്ത്. പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് പെട്ട് ആകെ പെട്ട അവസ്ഥയാണ്. എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ, ആർക്കും അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ കയറണത്. അപ്പം അത് അങ്ങനെ. അപ്പം എന്തായാലും ഞങ്ങളെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കയറാത്തവരുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസാണ്, എല്ലാവരും ഒന്ന് കയറി നോക്കാം. അപ്പോൾ അത് ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോണ ടൈമാണ് കേട്ടോ. അപ്പോൾ പോണ ടൈമിൽ പിന്നെ അടിച്ചുപൊളിയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ചുള്ളൂ പോവാൻ, അവിടുന്ന് എത്താൻ കുറച്ചുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കൂടെ കൂട്ടണേ എല്ലാവരും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.